ഡിയേഴ്സ്, വെൽക്കം ടു എഗൺ ലേണിംഗ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 8 മാർക്കിന് 6 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സംക്ഷേപൺ കീജിയെ. അപ്പോൾ ഇതെപ്പോഴും പലപ്പോഴും നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് നൽകാം, അതല്ലാതെ ഒരു പാരഗ്രാഫ് നമുക്ക് നൽകിയിട്ടുണ്ടാകും. അപ്പോൾ ഈ സംക്ഷേപൺ കീജിയെ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ അത് വായിച്ചിട്ട് അതിൻ്റെ ആശയം നഷ്ടപ്പെടാതെ അതിനെ എന്താക്കണം, ഷോർട്ടാക്കിയിട്ട് എഴുതുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഇത് നിങ്ങൾക്ക് പഠിക്കാതെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയൊരു മാർക്കാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പാരഗ്രാഫിൽ എന്തിനെക്കുറിച്ച് പറയുന്നു എന്ന് നന്നായിട്ട് മനസ്സിലാക്കണം. ചിലപ്പോൾ ഇതിനൊരു ഹെഡിങ് നൽകാനും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഹെഡിങ്ങിൻ്റെ പേര് അല്ലാതെ 1 മാർക്കിനാണ് ചോദിക്കുക, അവിടെ നിങ്ങൾക്ക് എഴുതണം, ഒരു ഹെഡിങ് കൊടുക്കേണ്ടി വരും. അതല്ലാതെ നമുക്ക് ഈ പാരഗ്രാഫിന് നമുക്കൊരു ഹെഡിങ് നൽകാനും സാധിക്കും. ഇപ്പോൾ ഇവിടെ നമുക്കൊരു ചെറിയൊരു കഥ പോലെ ഒരു കാര്യം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഇനി നമ്മൾ ഷോർട്ടാക്കിയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, സമ്പത്തി കാ ബंटवारा तो मैंने कई बार सुना है. അപ്പോൾ ഇവിടെ സ്വത്ത് ഭാഗിക്കുന്നതിനെ കുറിച്ച് ഒരു കാര്യം പറയുകയാണ് കേട്ടോ. और देखा भी है, ഇത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. ലേക്കിൻ റിഷ്തോ കാ ബंटवारा, ഇവിടെ എന്താ പറയുന്നത്, റിഷ്ത എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളെ വീതിക്കുന്നത്. പെഹലി ബാർ ദേഖ് രഹാ ഹൂം. അപ്പോൾ സമ്പത്തൊക്കെ ഭാഗിക്കുന്നത് പല തവണ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്, പക്ഷെ ബന്ധങ്ങളെ ഭാഗിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. യേ ദേഖ് കർ മേ ബിൽക്കുൽ ചകിത് രഹ് ഗയ, ഇത് കണ്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ആജ് മേ, ഇന്ന് ഞാൻ പത്നി കെ സാത്ത്, ഭാര്യയോടൊപ്പം സസുരാൽ ഗയാത്ത, ഭാര്യ വീട്ടിൽ പോയി. വഹാ സമ്പത്തി കാ ബंटवारा ഹോ രഹാത്ത, അവിടെ എന്താണ്, സമ്പത്ത് വീതിക്കുകയായിരുന്നു. ससुर ने अपने चारों पुत्रों में संपत्ति की समान रूप से बंटवारा किया. ഞങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്തു, പിതാവ് ഒരുപോലെ സമ്പത്ത് വീതം വെച്ചു. बाद में उन्होंने बड़े पुत्र से कहा कि वे उनके साथ रहना चाहते हैं. ശേഷം അച്ഛൻ എന്ത് പറഞ്ഞു, മൂത്ത മകനോട് ഞാൻ ഇനി മുതൽ നിന്റെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. लेकिन उन्हें यह मंजूर नहीं था, പക്ഷേ അത് അയാൾക്ക് സമ്മതമല്ലായിരുന്നു. ആർക്ക്, ഈ മൂത്ത മകന് സമ്മതമല്ലായിരുന്നു. क्योंकि ऐसे होने से चारों बहनें उनके पास आएगी. അങ്ങനെ അച്ഛനെ തൻ്റെ കൂടെ നിർത്തുമ്പോൾ എല്ലാവരും പിന്നീട് എങ്ങോട്ടായിരിക്കും വരുന്നത്, 4 പെങ്ങന്മാരും ഇയാളുടെ വീട്ടിലേക്കായിരിക്കും. അച്ഛനുള്ള വീട്ടിലാണല്ലോ, അതല്ലേ ഒരു തറവാട് പോലെ ആശ്രയിച്ച് അങ്ങോട്ടായിരിക്കും എത്തുക. അപ്പം അങ്ങനെ എത്തുമ്പോൾ എനിക്ക് എന്തുണ്ടാകും, ഖർജ് ബഹുത് ഹോഗ, ചിലവ്. ഖർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചിലവ് കൂടും എന്ന് ഈ മൂത്ത മകൻ ചിന്തിച്ചു. ശേഷ് തീനോ നെ ബി യഹി ബാത് ദോഹരായി. അപ്പോൾ ഇത് തന്നെ പിന്നീട് അടുത്ത ആളെ, മൂത്ത ആൾ ഇങ്ങനെ പറയുമ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ആളിലേക്ക് പോയപ്പോഴും അവരൊക്കെ എന്താണ്, ഇത് തന്നെയാണ് ഉരുവിടുന്നത്. ചേട്ടൻ പറഞ്ഞ അതേ കാരണം തന്നെ ഇവരും പറഞ്ഞു. अंत में ससुर ने चारों बहनों को भी चारों भाइयों के लिए बांट दिया. അപ്പോൾ ഇവിടെ അവസാനം എന്തുണ്ടായി, ഇവിടെ സസുർ എന്ന് പറഞ്ഞാൽ, സാസ് എന്ന് പറഞ്ഞാൽ അമ്മായിയമ്മ, സസുർ എന്ന് പറഞ്ഞാൽ അമ്മായിയപ്പൻ, 4 പെങ്ങന്മാരെയും എന്ത് ചെയ്തു, 4 സഹോദരങ്ങൾക്കായിട്ട് വീതിച്ചു. ക്യാ ജമാന ഹേ യഹ്, അപ്പോൾ ഇദ്ദേഹം പറയാ എന്ത് കാലമാണിത്. അപ്പിനെ പിതാക്കോ ദേഖ്നെ മേ അസമർത്ത് ബേട്ടെ സദാ ഖർജ് കെ ബാരേ മേ സോച്തേ രഹത്തെ ഹേ. തൻ്റെ പിതാവിനെ എങ്ങനെ ശുശ്രൂഷിക്കണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇവിടെ ആളുകൾ ചിന്തിക്കുന്നത് എങ്ങനെ തൻ്റെ ചിലവുകളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ആഖിർ ബഹനോ കോ ബി ബാണ്ട് ദേനാ പട, അവസാനം സ്വത്ത് മാത്രമല്ല സഹോദരിയെയും വീതിക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഖണ്ഡ് കാ സംക്ഷേപൺ കീജിയെ, ഈ ഒരു പാരഗ്രാഫിനെ 1/3 ഗ്രഹിച്ചെഴുതുവാനാണ് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ആശയം മനസ്സിലാക്കി, സമ്പത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ അച്ഛനെ ആരും ഏറ്റെടുത്തില്ല. അവസാനം അച്ഛൻ എന്ത് ചെയ്തു, എല്ലാ സഹോദരങ്ങൾക്കും ഓരോ സഹോദരിമാരെ വീതം വീതിച്ചു നൽകി. രാംശരൺ അപ്പിനി പത്നി കെ സാത്ത് സസുർ ഗയാത്ത, വഹാ സമ്പത്തി കാ ബंटवारा ഹോ രഹാത്ത. चारों पुत्रों को समान रूप से बांट देने के बाद ससुर ने बड़े पुत्र के साथ, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്, बड़े पुत्र के साथ रहने की इच्छा प्रकट की. उनके साथ रहने पर चारों बहनें यहाँ आएगी और खर्च बहुत होगी, इसलिए उन्हें मंजूर नहीं था. അതുകൊണ്ട് തന്നെ അയാൾക്കത് സമ്മതമല്ലായിരുന്നു. സസുർ നെ ചാരോ ബഹനോ കോ ബി ചാരോ ഭായിയോ മേ ബാണ്ട,
അപ്പോൾ ഇവിടെ അവസാനം എന്ത് ചെയ്തു? 4 സഹോദരിമാരെയും 4 സഹോദരന്മാർക്കുമായിട്ട് വീതിച്ചു കൊടുത്തു. राम शरण जीवन में पहली बार यह रिश्तों का बंटवारा देख रहा था. അല്ലെ, രാം ശരൺ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെയൊരു ഭാഗം വെപ്പ് കാണുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളവിടെ എഴുതി. അപ്പോൾ നേരത്തെ അത്ര നമ്മൾ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. എന്നാൽ അതിൽ നിന്ന് ഇതിവിടെ എന്താണ്, ആശയങ്ങൾ മുറിഞ്ഞു പോകരുത്. ഒന്ന്, സമ്പത്ത് വീതം വെച്ചതിനെ കുറിച്ച് നിർബന്ധമായും പറയണം. അപ്പോൾ മൂത്ത മകൻ അതിനെ എതിർത്തതും അതിനുശേഷം എന്തുണ്ടായി, അതിനുശേഷം അദ്ദേഹം സഹോദരിമാരെ ബാക്കി എല്ലാ സഹോദരങ്ങൾക്കുമായിട്ട് അങ്ങനെ വീതിച്ച് നൽകി. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഇതുപോലെ തന്നെയുള്ള മറ്റൊരു ചോദ്യമാണ് ഫിലിം കി സമീക്ഷ. അല്ലേ, പക്ഷെ ഇത് നിങ്ങൾക്കൊരു കാര്യമുണ്ട്, പഠിച്ചു പോയാൽ നന്നായി എഴുതാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ചോദിക്കുന്നത്. അല്ലെ, കിസി മൻ പസന്ത് ഫിലിം കി സമീക്ഷ. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സിനിമയെ കുറിച്ച് എഴുതുവാനാണ് പറയുന്നത്. ഫിലിം കാ കഥാസാർ. അപ്പം നിങ്ങൾ മറന്നു പോകാതെ നിർബന്ധമായും ആഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അഭിനയിക്ക് ഖൂബിയാം ഖമിയാം. ആ സിനിമയെക്കുറിച്ച് നിങ്ങൾക്ക് സിനിമാ നിരൂപണത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രശംസിച്ചും അതല്ലെങ്കിൽ അതിനെ അല്ലെ അതിനെ എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു അതും നിങ്ങൾക്ക് അവിടെ പറയാം. നിദേശകി ഭൂമിക. അതിൻ്റെ സംവിധാനം എത്രത്തോളം നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു, എന്തുകൊണ്ട്, അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പിന ദൃഷ്ടികോൺ. ഇനി ആ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട്, ഇത്രയും കാര്യങ്ങൾ വിട്ടുപോകാതെ പറയാം. അപ്പോൾ ഇവിടെ നോക്കൂ, താരേ ജമീൻ पर मेरा मनपसंद फिल्म है तारे जमीन पर. 8 साल का बालक ईशान और उसका अध्यापक രാംശങ്കർ നികുംബ് की कहानी है यह. അപ്പോൾ ആരുടെയാണ്? ഒരു 8 വയസ്സുകാരനായിട്ടുള്ള ഒരു കുട്ടിയായ ഇഷാൻ്റെയും ഇഷാൻ്റെ അധ്യാപകനായിട്ടുള്ള രാംശങ്കർ നികുംബിൻ്റെയും ഒരു കഥയാണ് പറയുന്നത്. ബാലക് ഇഷാൻ ജബ് ബോർഡിംഗ് സ്കൂൾ പहुंचता है തബ്സെ ഉദാസ് ജാത്താ ഹെ. അപ്പോൾ ബാലകനായ ഇഷാൻ എപ്പം മുതൽ ബോർഡിംഗ് സ്കൂളിൽ എത്തുന്നുവോ, അല്ലെ സ്കൂളിൽ എത്തിയപ്പോൾ മുതൽ അവൻ എന്താണ്? വിഷമത്തിലാണ്. സ്കൂൾ മേ രാംശങ്കർ നാമക് അധ്യാപക് ജബ് ഉസ്സെ മിൽത്താ ഹെ ഉസ്കെ ആദത്ത് ബദൽത്തെ ലഗ്താ ഹെ. അങ്ങനെ ഭയങ്കര നിരാശയിലായിരുന്ന ഇഷാൻ ഈ സാർ ഇഷാനെ ശ്രദ്ധിക്കുകയും അവനുമായിട്ടൊരു കോണ്ടാക്ട് വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ പതുക്കെ അവൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വരുന്നു. ഛാത്രക്ക് പ്രത്യേക ഖൂബിയോങ്കോ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? ഛാത്ര ആരാണ്? സ്റ്റുഡൻ്റ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ പ്രത്യേക കഴിവുകളെ അധ്യാപക് പഹചാൻതാ ഹെ ഓർ ഉസെ പ്രേരണ ഭി ദേത്താ ഹെ. അപ്പോൾ ഛാത്ര ഇഷാനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇഷാൻ എന്ന സ്റ്റുഡൻറ്റിനെ പ്രത്യേകമായിട്ട് ഒബ്സർവ് ചെയ്ത് അവൻ്റെ ഖൂബിയാം, അവൻ്റെ കഴിവുകളെ എന്താക്കുന്നു? പഹചാൻതാ ഹെ, കണ്ടെത്തുന്നു. ഇനി ഉസെ പ്രേരണ, അതിനെ വല്ലാതെ മോട്ടീവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എളുപ്പം മനസ്സിലാകും. ഇഷാൻ എന്നൊരു കുട്ടീനെ പഠനത്തിൽ പുറകോട്ടാണ്, നല്ല മാർക്ക് വാങ്ങുന്നില്ല എന്ന് പറഞ്ഞ് അവൻ്റെ അച്ഛൻ്റെ നിർബന്ധം കൊണ്ട് എന്താക്കുകയാണ്? ബോർഡിംഗ് സ്കൂളിലേക്ക് മാറ്റുകയാണ്. എന്നാൽ അമ്മയെ പിരിഞ്ഞിരിക്കുന്നതിൽ ഇഷാന് അതിയായ വിഷമമുണ്ട്, അതുപോലെ തന്നെ അമ്മയ്ക്കുമുണ്ട്. അങ്ങനെ വളരെ വിഷമത്തിലായിരുന്ന ഇഷാൻ ഇങ്ങനെ ഭയങ്കര മൂഡ് ഓഫായിട്ട് ഹോസ്റ്റലിൽ ആരോടും അധികം സംസാരിക്കാതെ സ്കൂളിലാണെങ്കിലും പോകണ്ടേ എന്ന് കരുതി പോകുന്നു. അങ്ങനെ ഇഷാനാണെങ്കിലും ഇൻട്രസ്റ്റ് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കളർ ചെയ്യാനും അല്ലെ പെയിൻറ്റിങ്ങിലായിരുന്നു അവൻ്റെ കഴിവ്. അതാരാണ് തിരിച്ചറിയുന്നത്? ഈ സാറാണ് തിരിച്ചറിയുന്നത്. അങ്ങനെ സ്കൂളിൽ ഒരു വലിയൊരു പെയിൻറ്റിങ് കോമ്പറ്റീഷൻ നടത്തുന്നു. അതിൽ ഫസ്റ്റ് വിന്നറാകുന്നത് നമ്മുടെ ഇഷാനാണ്. അപ്പോൾ അത് ആ പാരൻസ് ആ നിമിഷം അവനിങ്ങനെ പ്രൈസ് വാങ്ങുന്നതൊക്കെ കാണുമ്പോൾ അവർ തന്നെ തിരിച്ചറിയാണ് തൻ്റെ മകനിൽ കാണാതെ പോയ കഴിവ് ഉണ്ട്, അല്ലേ, എപ്പോഴും പഠനവും മാർക്കും വാങ്ങുന്നത് മാത്രമല്ല മിടുക്ക് എന്ന് അവരും തിരിച്ചറിയുന്നു. ഇഷാൻ കി ഭൂമികാമേ ദർശീൽ സഫാരി और अध्यापक की भूमिका में आमिर खान ने अपनी ഭൂമിക എന്ന് പറഞ്ഞാൽ എന്താ? തൻ്റെ റോളുകൾ അച്ഛീ തര നിഭായി ഹേ, അല്ലേ, വളരെ നന്നായി തന്നെ നിർവഹിച്ചു. അന്യ അധ്യാപക ലോഗ് ബി അപ്പിനെ കഥാപാത്ര അച്ഛേ രൂപ് സേ കിയാ ഹെ. ഇനി പറയുന്നത് എന്താണ്? മറ്റ് അധ്യാപകരും എന്താക്കിയിട്ടുണ്ട്? തൻ്റെ കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചു. ഫിലിം കാ നിദേശൻ, ഛായാങ്കൻ, പടുക്കഥ, संवाद, गीत और पात्रों का अभिनय सब एक से बढ़कर
ഏക് രഹാ ഹെ, ഒന്നിന് മെച്ചമായി തന്നെ സിനിമയിൽ ചെയ്തിരിക്കുന്നു. അപ്പം നിങ്ങൾ ഇപ്പോഴും ഒരു സിനിമാ നിരൂപണം പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ടൈമിലും വളരെ എളുപ്പത്തിൽ പഠിച്ചെഴുതാൻ പറ്റുന്ന ഒരു ആൻസറാണിത്. അപ്പം നിങ്ങൾ നന്നായി പഠിക്കുക. അപ്പോൾ ഇത് നമുക്കൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഇത് രണ്ടും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമുക്ക് സംക്ഷേപം പിന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടും കാര്യമില്ല, കാരണം മറ്റൊരു പാരഗ്രാഫ് ആയിരിക്കും നൽകുക. പക്ഷേ 1-2 നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെന്താണ് ചോദ്യം വേഗം മനസ്സിലാക്കാൻ പറ്റും, വേഗത്തിൽ അതിന് ആൻസർ ചെയ്യാനുള്ള ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ അത് കൂടാതെ ഈ ഫിലിമി സമീക്ഷ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, മോഡൽ എക്സാമിന് ചോദിച്ചതാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അത് ഇനിയും പഠിക്കാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെക്കും ബൈ.